മത്തിയുടെ വലുപ്പം എന്ന് പറയുന്നത് 10 സെന്റിമീറ്ററിന് മേലെയാണ് നമ്മൾ പിടിക്കുന്ന വലുപ്പം. അപ്പോൾ ഈ എറണാകുളം പോലുള്ള പ്രദേശങ്ങളിൽ നമുക്ക് കിട്ടിയത് ഒരു 10 മുതൽ 12 സെന്റിമീറ്റർ ഒക്കെ വലുപ്പമാണെങ്കിൽ തെക്കോട്ട് കുറച്ച് 14, 15 മുതൽ 17, 18 വരെയൊക്കെ പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി തീരെ കാലിക്കട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഏകദേശം 10-നും 14-നും ഇടയ്ക്ക് നിൽക്കാവുന്ന രീതിയിലുള്ള മത്തിക്കുഞ്ഞുങ്ങളാണ് കിട്ടി. ആ വലുപ്പത്തിൽ കുറവാണെങ്കിൽ ദയവായി അത്തരം മത്തികളെ പിടിക്കരുത് എന്ന് പറയുന്നു. എന്താണ്, ഒരു മത്തിക്ക് അതിന്റെ ഒരു ജീവിത കാലഘട്ടത്തിൽ ഒരു വട്ടമെങ്കിലും പ്രത്യുൽപാദനം നടത്താനുള്ള ഒരു അവസ്ഥ കൊടുത്താൽ മാത്രമാണ് നമുക്ക് മത്തി എന്നുള്ള മത്സ്യം നിലനിന്ന് പോവുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിന്റെ സന്തുലിതാവസ്ഥ പൂർണ്ണമായിട്ട് നശിച്ചുകൊണ്ട് മത്തി എന്ന വിഭാഗം ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ്. ഏറ്റവും നല്ല പ്രോട്ടീനുകളിൽ ഒന്നാണ് മത്സ്യ പ്രോട്ടീൻ, omega-3, omega-6, അതായത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. മറ്റ് മീറ്റ് പ്രോട്ടീനുകൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഈ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന്റെ അവൈലബിലിറ്റി കുറവാണ്. പകരം നമ്മൾക്ക് ബാഡ് കൊളസ്ട്രോൾസ് കൂട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെ ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അപ്പം ക്വാളിറ്റി പ്രോട്ടീനിൽ നല്ലൊരു ക്വാളിറ്റി പ്രോട്ടീനാണ് മത്സ്യത്തിന്റെ പ്രോട്ടീൻ. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ് ആണ് ദ ക്യൂ അഭിമുഖത്തിൽ. സാർ സ്വാഗതം. സ്വാഗതം. നമ്മൾ അടുത്തിടെ മാസങ്ങളിൽ 3-ാം തവണയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. മത്സ്യവുമായി ബന്ധപ്പെട്ട നിരന്തര അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് എന്നുള്ളത് ഈ മത്തിയുടെ ലഭ്യതയുമായി ബന്ധപ്പെട്ട ആശങ്കകളും അത് അടിസ്ഥാനമാക്കി ഒരു പഠനം നടത്തിയിരിക്കുന്നു. ഇതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ സംസാരിക്കുമ്പോൾ തന്നെ ഈ ആശങ്ക പങ്കുവച്ചിരുന്നു. എന്തുകൊണ്ടാണ് കൂടുതൽ ചെറിയ മത്തി കിട്ടുന്നത്, വലിയ മത്തി എവിടെ പോയി എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു കാരണം കണ്ടെത്തിയിരിക്കുകയാണ്. മത്തിയുടെ ചാളയുടെ ലഭ്യതയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ വലുപ്പവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ആശങ്കകൾക്ക് ഒരു വിരാമം എന്നുള്ള നിലയിൽ നമ്മുടെ പുതിയ പഠനം പുറത്തു വന്നിരിക്കുകയാണ്. ഈ പഠനം ആരംഭിച്ച കാലഘട്ടം മുതൽ നമ്മൾക്ക് തീർച്ചയായിട്ടും നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പണ്ട് കാലങ്ങളിൽ പഠിക്കുന്ന പോലെയല്ല ഇന്ന് നമുക്ക് ഒത്തിരി ടെക്നോളജികൾ ഈ മേഖലകൾ പഠിക്കാനായിട്ട് നമുക്ക് സഹായത്തിനുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ മത്സ്യവുമായി ബന്ധപ്പെട്ട് ഉപഗ്രഹ ടെക്നോളജികൾ ഉപയോഗിക്കാൻ സാധിക്കുമോ? അപ്പോൾ പൊതുജനങ്ങൾക്ക് പൊതുവെ ഉണ്ടാവുന്ന ഒരു ചോദ്യം, ഉപഗ്രഹങ്ങളിലൂടെ നമുക്ക് മീനുകളെ കാണാൻ, കടലിലെ മീനുകളെ കാണാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഉപഗ്രഹങ്ങളുടെ കണ്ണുകൾ വഴി മീനുകളെ നോക്കിയല്ല പഠിക്കുന്നത്. ഉപഗ്രഹങ്ങളുടെ കണ്ണുകൾ വഴി മീനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കടലിൽ കാണുന്നു, സമുദ്രത്തിൽ കാണുന്നു, അതിനെ എങ്ങനെ ബന്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് നോക്കി പഠിക്കുകയാണ്. അപ്പോൾ ഈ ലഭ്യത കുറവോ അല്ലെങ്കിൽ വലുപ്പക്കുറവോ ഈ രണ്ട് ആശങ്കകളുണ്ടായിരുന്നു. കാരണം 2023 നമുക്ക് ലഭ്യത കുറവ് കാര്യമായിട്ട് അനുഭവപ്പെട്ടത്. 2020 വരെ ഞാൻ പണ്ടൊരു അഭിമുഖത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, പസഫിക് സമുദ്രങ്ങളിൽ ഉണ്ടാകുന്ന ഒരു എക്സ്ട്രീം ഇവന്റ് എൽനീനോന്റെ ഒരു പ്രതിഫലനം എൽനീനോ സദേൺ ഓസിലേഷൻ എന്നുള്ള നിലയിൽ നമ്മുടെ തീരപ്രദേശങ്ങളിൽ ചൂട് കൂടുതലായിട്ട് വരുന്ന ഒരു പ്രതിഭാസം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പം ഈ എൻസോ കൂടുതലായിട്ട് വരുന്ന വർഷങ്ങളിൽ പൊതുവെ മത്തിയുടെ ലഭ്യത കുറയാറുണ്ട്. കാരണം താപനില വർദ്ധിക്കുന്നു. എല്ലാ വർഷവും ഒരേപോലെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല അത്. എക്സ്ട്രീം ഇവന്റ് എന്ന രീതിയിൽ നമുക്ക് വല്ലപ്പോഴും കാണുന്ന ഒരു ഇവന്റ് എന്നുള്ള രീതിയിൽ കണ്ടുമുട്ടുന്ന ഈ പ്രതിഭാസം ഇപ്പോൾ അടിക്കടിക്ക് സംഭവിക്കുന്നു. അതിന് തികച്ചും വിരുദ്ധമായിട്ടുള്ള ഒരു ഫേസ് ആണ് ലാനിന ഫേസ്. അപ്പം കൂടുതൽ ഒരു അനുകൂലമായിട്ടുള്ള ഫേസ് ആണ്. അപ്പം ഈ വർഷമൊക്കെ ലാനിന ഫേസിലോട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് നമുക്ക് അറിയേണ്ടത് 2023 ഇതിന്റെ ലഭ്യത കുറയാനുണ്ടായിരുന്ന കാര്യങ്ങളാണ്. 2023 അവസാന കാലഘട്ടങ്ങളിലൊക്കെ നമുക്കൊരു മരീൻ ഹീറ്റ് വേവ് അല്ലെങ്കിൽ ചൂട് കൂടി നിൽക്കുന്ന ഒരു പ്രവണത നമ്മുടെ സമുദ്രങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പം ആ മരീൻ ഹീറ്റ് വേവ് അല്ലെങ്കിൽ ചൂട് കൂടി നിൽക്കുന്ന പ്രവണത എന്തുകൊണ്ട് സംഭവിച്ചു? അപ്പം ഒക്ടോബർ അവസാനം ഇത് വരാൻ കാരണം ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്നൊരു പ്രത്യേക പ്രതിഭാസമാണ്. ഈ പ്രതിഭാസം മൂലം കൂടുതലായിട്ടുള്ള താപം ഒക്ടോബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ നമ്മുടെ കടലുകളിൽ കൂടുതലായിട്ട് ചൂട് ലഭിക്കുകയുണ്ടായി. അതിനുശേഷം വന്നത് നമുക്ക് എൽനീനോ, ആ വർഷം എൽനീനോ കൂടി സംഭവിച്ചു. അപ്പൊ ഡിസംബറിൽ സംഭവിച്ച ഡിസംബറിലാണ് പൊതുവെ പെറു കടൽ തീരങ്ങളിലൊക്കെ ഈ എൽനീനോ പ്രതിഭാസം ഉണ്ടാകുന്നത്. അതിന്റെ ചൂടിന്റെ കൂടുതൽ നമുക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ കൂടുതലായിട്ട് അനുഭവപ്പെട്ടു. അപ്പം ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ, എൽനീനോ എന്ന രണ്ട് പ്രതിഭാസങ്ങൾ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നോർത്തേൺ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ കാര്യമായിട്ട് ചൂട് വർദ്ധിപ്പിക്കാൻ 2023 കാലഘട്ടങ്ങളിലും 24 കാലഘട്ടത്തിന്റെ ആരംഭ മാസങ്ങളിലും ഇടയായി. അപ്പൊ സ്വാഭാവികമായിട്ടും ചൂട് കൂടിയ സ്ഥലങ്ങളിൽ നിന്ന് വലിപ്പമുള്ള മത്തികൾ മറ്റു പ്രദേശങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മത്തിയുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡോ പസഫിക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതൊക്കെ പണ്ട് പോലെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് മാറിപ്പോയ മത്തികളും കഴിഞ്ഞ് എന്തുമാത്രം മത്തികൾ പ്രജനനത്തിന് നിലവില് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട കടലുകളിൽ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടിയിരുന്നത്.
അപ്പൊ അതിന്റെ അളവ് വളരെ കുറവായിരുന്നു. പക്ഷേ അവർ ഉൽപ്പാദിപ്പിച്ച അവരുടെ പ്രജനന കാലഘട്ടത്തിൽ, അതായത് നമ്മുടെ മൺസൂൺ തുടങ്ങുന്ന സമയത്താണ് മത്തിയുടെ പ്രജനനവും ആരംഭിക്കുന്നത്. അപ്പൊ മൺസൂണായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രജനന കാലഘട്ടത്തിൽ എന്തുമാത്രം ഇവരുടെ സ്പോണിങ്, അതായത് മുട്ടയിടുക എന്ന പ്രതിഭാസം നന്നായി സംഭവിച്ചു. അതെ, അപ്പൊ ഉള്ള മത്തികൾക്ക് നന്നായി മുട്ടയിടാൻ സാധിച്ചു. മുട്ടയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നം ഇവയ്ക്ക് വിരിഞ്ഞ് കുഞ്ഞുങ്ങളാകാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം മുട്ടയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുട്ടകളെല്ലാം മത്തി കുഞ്ഞുങ്ങളായി മാറാൻ ഉള്ള ഒരു അവസരം ചിലപ്പോൾ പ്രകൃതി കൊടുക്കുകയില്ല. നമുക്ക് വളരെ കുറവ് ശതമാനം, ഏകദേശം 10% തന്നെ വളരെ വിജയകരമായിട്ട് നമ്മൾ പറയുന്ന ഒരു ശതമാനം കണക്കാണ്. അതായത് റിക്രൂട്ട്മെന്റ്, മുട്ടകളിൽ നിന്ന് കുഞ്ഞുങ്ങളായിട്ട് വരുന്ന ആ ഒരു പ്രക്രിയ. അത് എങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞു പോകുന്നത്? പ്രകൃതിയില് മുട്ടയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാവുന്ന ഒരു കൂട്ടരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുട്ടയെ തിന്നാൻ കാത്തു നിൽക്കുന്ന മറ്റ് വലിയ മത്സ്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ മുട്ട വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ, നമ്മൾക്കിപ്പം നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് വരുമ്പോൾ നമ്മൾ മുലപ്പാൽ കൊടുക്കുന്നു. അപ്പോൾ ആ മുലപ്പാല് കിട്ടിയില്ലെങ്കിൽ വേറെ മറ്റു കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് അത്ര ഭൂഷണമായിട്ട് വരില്ല. അതുപോലെ തന്നെ മത്തിക്കുഞ്ഞുങ്ങൾ അവർക്ക് വായ തുറക്കുന്ന സമയത്ത് അവരുടെ വായ തീരെ ചെറുതായിരിക്കും. ആ ചെറുതായ വായിൽ ഉൾക്കൊള്ളാവുന്ന പ്ലവകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സസ്യവിഭാഗത്തിൽ പെടുന്ന കൊച്ചു ജീവികളാണ്. നമുക്ക് ഒരു ഉദാഹരണം പറയണമെങ്കിൽ പായലും ഒക്കെ പറ്റിപ്പിടിക്കുന്ന ചുമരുകളിലൊക്കെ കാണുന്നതൊക്കെ ആ വിഭാഗത്തിൽ പെടുന്ന ഒരു തരം ജീവികളാണ്. അത് സമുദ്രത്തിൽ കാണുന്ന പ്ലവകങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരുന്നു. അപ്പൊ പ്ലവകങ്ങൾ പല വിഭാഗത്തിൽ പെടുന്ന പ്ലവകങ്ങളുണ്ട്. മത്തിക്കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് വളരെ ചെറിയ പ്ലവകങ്ങളാണ്. നമ്മളിപ്പോൾ പറയുമ്പോൾ മൈക്രോ, നാനോ, പൈക്കോ, പ്ലാങ്ക്ടൺ, ആ ഒരു റേഞ്ചിൽ വരുന്നത്. മൈക്രോ, നാനോ, പൈക്കോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പുതിയവർക്ക് അറിയില്ല. നമ്മൾ പൊതുവേ സെന്റിമീറ്റർ, മില്ലിമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം. അപ്പം നമ്മൾ ഇതിന്റെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഡെസി, സെന്റി, മില്ലി, മൈക്രോ. അപ്പം മില്ലിയും കഴിഞ്ഞ് അതിലും ചെറുതായിട്ട് വരുന്ന 1000 മടങ്ങ് ചെറുതായിട്ട് കാണപ്പെടുന്ന മൈക്രോ ഫൈറ്റോ പ്ലാങ്ക്ടൺ ആണ് ഈ മത്തിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്. മൈക്രോയിൽ താഴെ നിൽക്കുന്ന നാനോ ആയാലും അത് 10⁻⁻⁹ അത്രയും ചെറുതായിരിക്കും. അത് കഴിഞ്ഞ് പീക്കോ 10⁻⁻12 അത്രയും ചെറുതായിരിക്കുന്ന ഈ പ്ലവകങ്ങളുടെ സാന്നിധ്യം മത്തിക്കുഞ്ഞുങ്ങൾക്ക് അവരുടെ സർവൈവലിന് ആവശ്യമാണ്. അല്ലെങ്കിൽ അവര് അടുത്ത സ്റ്റേജിലോട്ട് പോവില്ല. അപ്പൊ അങ്ങനെ വരുന്ന പ്ലവകങ്ങളുടെ എണ്ണം കണക്കാക്കാനായിട്ട് നമുക്ക് ഉപഗ്രഹങ്ങൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഉപഗ്രഹത്തിൽ നമുക്കിപ്പം ഞാൻ നേരത്തെ വലുപ്പം സൂചിപ്പിച്ചില്ല പ്ലവകങ്ങളിൽ, ഈ വലുപ്പം അനുസരിച്ച് എന്തുമാത്രം ഇത് കടലിൽ ലഭ്യമാണ് എന്നറിയാനുള്ള ഒരു ശേഷി ഇന്ന് ഉപഗ്രഹങ്ങൾക്കുണ്ട്. നമ്മളതിനെ സൈസ് സ്പെക്ട്രം അനാലിസിസ് എന്നാണ് പറയാം. അപ്പം ഇത്തരം അനാലിസിസിലൂടെ എന്ത് മാറ്റം സംഭവിച്ചു എന്ന് നമ്മൾ നോക്കി. ഇനി കേരളത്തിലെ മത്തിയുടെ കാര്യങ്ങളിലേക്ക് വരാം. നമുക്കിവിടെ ഉണ്ടായ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളം അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രദേശത്ത് ഒരു പ്രത്യേകത, അത് കഴിഞ്ഞ് ആലപ്പുഴ മാറി തെക്കോട്ട് ഒരു പ്രത്യേകത, ഇനി എറണാകുളത്തിന് വടക്കോട്ട് മലപ്പുറം, ചാവക്കാട് ഏരിയ എറണാകുളത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യേകത കാണിച്ച്, ചാവക്കാടിന് മേലെ കോഴിക്കോട്, കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളിൽ വന്ന പ്രത്യേകതകൾ. ഈ 3 സ്ഥലങ്ങളും 3 തരത്തിൽ പെടുത്തി പഠിക്കേണ്ടിയിരുന്നു. നമുക്ക് ഒറ്റയ്ക്ക് ഇതെടുത്ത് എല്ലാം ഒരുപോലെ പഠിക്കാനുള്ള സാധ്യതയില്ല. കാരണം പല സ്ഥലങ്ങളിൽ നിന്നും പലതരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തെക്കോട്ട് അത്യാവശ്യം വലുപ്പം കുറച്ചൊക്കെ കിട്ടി. നമ്മൾ മത്തിയുടെ വലുപ്പം എന്ന് പറയുന്നത് 10 സെന്റിമീറ്ററിന് മേലെയാണ് നമ്മൾ പിടിക്കുന്ന വലുപ്പം. അപ്പോ ഈ എറണാകുളം പോലുള്ള പ്രദേശങ്ങളിൽ നമുക്ക് കിട്ടിയത് ഒരു 10 മുതൽ 12 സെന്റിമീറ്റർ ഒക്കെ വലുപ്പമാണെങ്കിൽ തെക്കോട്ട് കുറച്ച് 14, 15 മുതൽ 17, 18 വരെയൊക്കെ പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി തീരെ കാലിക്കട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഏകദേശം 10നും 14നും ഇടയ്ക്ക് നിൽക്കാവുന്ന രീതിയിലുള്ള മത്തിക്കുഞ്ഞുങ്ങളെയാണ് കിട്ടിയത്. അപ്പൊ നമ്മൾ ഈ 3 പ്രദേശങ്ങളെയും വ്യത്യസ്തമായി മാറ്റിക്കൊണ്ട് ഈ 3 പ്രദേശങ്ങളിലും കേരളത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായോ എന്ന് പഠിക്കുകയുണ്ടായി. അപ്പം ആദ്യത്തെ പഠനം നമുക്ക് സൂചിപ്പിച്ചത് തിരുവനന്തപുരം പോലെയുള്ള പ്രദേശങ്ങളിൽ ഏകദേശം ഈ മത്തിക്ക് വേണ്ട കാലാവസ്ഥയൊക്കെ വളരെ സാധാരണ രീതിയിൽ തന്നെയായിരുന്നു. അപ്പോ മത്തിയുടെ വലുപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചൂട് കൂടുതലും തിരുവനന്തപുരത്ത് അത്രയധികം കാണപ്പെട്ടിരുന്നില്ല. അപ്പൊ സാധാരണ രീതിയിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് തെക്കോട്ടുള്ള പ്രദേശങ്ങളിൽ സംഭവിച്ചത്. ഇനി എറണാകുളം പോലുള്ള പ്രദേശങ്ങളിൽ ചൂടിന്റെ കൂടുതൽ അനുഭവപ്പെട്ടിരുന്നു. ഇനി മറ്റ് പ്ലവകങ്ങളും ഇതിന്റെ കാര്യങ്ങളും പഠിക്കുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾ, മത്തിക്കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അത്ര കാര്യമായിട്ട് ഇപ്പോ തിരുവനന്തപുരത്ത് കിട്ടുന്ന പോലെയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടാണ് എറണാകുളത്ത് കിട്ടിയത്. ഇനി കോഴിക്കോട് നോക്കുമ്പോൾ ഈ ആഹാര സാധനങ്ങളായ പ്ലവകങ്ങളുടെ സാന്നിധ്യം വളരെ കൂടുതലായിരുന്നു. അപ്പം ഈ കൂടുതലിലും കുറവിലും എന്താണ് കാരണം? അതാണ് നമുക്ക് അടുത്തത് നോക്കേണ്ടിയിരുന്നത്. അപ്പൊ കടലിൽ എങ്ങനെയാണ് ഈ പ്ലവകങ്ങൾ ഉണ്ടാവുന്നത്?
കടലിൽ പ്ലവകങ്ങൾ ഉണ്ടാവുന്നത് കരയിൽ തന്നെ നമുക്ക് പ്ലവകങ്ങൾ ഉണ്ടാകാൻ ആവശ്യമായ സൂര്യപ്രകാശം അത് അവർക്ക് ആവശ്യമാണ്. സൂര്യപ്രകാശം നമുക്ക് യഥേഷ്ടം ലഭിക്കുന്ന സാധനമായതുകൊണ്ട് അതിന് വലിയൊരു കുറവില്ല. പക്ഷെ ചില ആഴങ്ങൾ വരെ മാത്രമേ നമുക്ക് സൂര്യപ്രകാശം ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം അടുത്ത പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് വരുന്നത് ഇത് വളരാൻ വേണ്ട വളം. ആ വളം പൊതുവെ കടലിൽ നിന്ന് തന്നെ അപ്വെല്ലിംഗ് എന്നുള്ള പ്രതിഭാസത്തിലൂടെയാണ്. അതായത് താഴെത്തട്ടിലുള്ള വെള്ളം മുകളിലേക്ക് കയറി വരുന്ന ഒരു പ്രോസസ്സാണ് അപ്വെല്ലിംഗ് എന്ന് നമ്മൾ പറയാം. അത് മഴയോടനുബന്ധിച്ച് സംഭവിക്കാറ്. അപ്പോ മഴയോടനുബന്ധിച്ച് കാറ്റ് വീശുമ്പോഴും മേൽപ്പാളികളുള്ള ജലം മാറുകയും താഴെത്തട്ടിലുള്ള തണുത്ത വളക്കൂടുതലുള്ള ജലം മേലേക്ക് വരികയും സൂര്യപ്രകാശമായിട്ട് ചേരുമ്പോൾ പ്രകാശ സംശ്ലേഷണം വഴി ഈ പ്ലവകങ്ങൾ വളർച്ച ഉണ്ടാവുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് കരയിൽ നിന്ന് വരുന്ന മഴവെള്ളത്തോടൊപ്പം നമുക്ക് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് വരുന്ന ഇറങ്ങി വരുന്ന ഒരു പ്രതിഭാസം. ആ സമയത്ത് നമ്മുടെ പുഴകൾ നോക്കിയാലും ഈവൻ തീരപ്രദേശങ്ങൾ നോക്കിയാലും എല്ലാം ഒരു ചെമ്മണ്ണ് കളറിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ബ്രൗൺ നിറത്തിലുള്ള വെള്ളമായിരിക്കും കാണാം. കാരണം ഈ കലക്കൽ വെള്ളം എന്ന് പറയുന്ന വെള്ളത്തിലൂടെ വരുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിന്റെയും മണലിന്റെയും അംശങ്ങളാണ്. ഈ മണ്ണിന്റെയും മണലിന്റെയും അംശത്തോടൊപ്പം നമുക്ക് കടലിൽ ലഭിക്കുന്ന ധാതു ലവണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിലിക്കയാണ്. മണ്ണിലടങ്ങിയിരിക്കുന്ന ഒരു ധാതു ലവണമാണ് സിലിക്ക. ഈ സിലിക്കയുടെ സാന്നിധ്യം കൂടുതൽ ആവശ്യമുള്ള പ്ലവകങ്ങളായ ഡയാറ്റംസ് എന്ന് പറയുന്ന വിഭാഗങ്ങളാണ് കൂടുതലായിട്ടും ഈ മത്തി പോലുള്ള മത്സ്യങ്ങൾക്ക് കൂടുതലായിട്ടും ആവശ്യമായിട്ട് വരിക. അപ്പോൾ പെയ്യുന്ന മഴയുടെ അളവ് പ്രധാനമാണ്, കടലിൽ നടക്കുന്ന പ്രതിഭാസങ്ങൾ പ്രധാനമാണ്, അതോടൊപ്പം നടക്കുന്ന എത്രമാത്രം മത്തികൾ മുട്ടയിടാൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്, മുട്ടയിട്ടിട്ട് റിക്രൂട്ട്മെന്റിന് പോകാനായിട്ട് എത്രമാത്രം സാധിച്ചിട്ടുണ്ട്, ഈ റിക്രൂട്ട്മെന്റ് അതായത് മുട്ടയിട്ടിട്ട് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ എത്രമാത്രം പ്ലവകങ്ങളുടെ സാന്നിധ്യം ഇതിനെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഈ എല്ലാ അടിസ്ഥാന ഘടകങ്ങളിലും ഈ പ്രദേശങ്ങളിൽ ഉണ്ടായി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല സങ്കീർണമായ പ്രശ്നങ്ങളും മത്തിയുടെ വലുപ്പത്തിനും മത്തിയുടെ അവൈലബിലിറ്റിക്കും ഡിസ്ട്രിബ്യൂഷനും മത്തിയുടെ എബണ്ടൻസിനും ഒക്കെ കാരണമാവുന്നുണ്ട്. ഈ കാലാവസ്ഥയുടെ മാറ്റം മത്സ്യങ്ങളെ നേരിട്ട് ബാധിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത്? ഓക്കെ, കാലാവസ്ഥയുടെ മാറ്റം മത്സ്യങ്ങളെ നേരിട്ട് ബാധിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും സാധാരണഗതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും താപനിലയുമായി ബന്ധപ്പെടുത്തിയാണ് ജീവജാലങ്ങളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ പറയാറ്. എങ്ങനെയാണ് ഓരോ തട്ടിലും ജീവജാലങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പണ്ടൊക്കെ ക്ലാസ്സുകൾ പഠിക്കാറുണ്ട്. ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞെങ്കിൽ ഇക്വേറ്ററിനോട് ചേർന്ന് നിൽക്കുന്ന ഭൂമധ്യ പ്രദേശം, ഇക്വേറ്ററിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശം, ആ പ്രദേശത്ത് പൊതുവെ ചൂട് കൂടുതലാണ്. അപ്പൊ ചൂട് കൂടുതലുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജീവികളാണ് ട്രോപ്പിക്കൽ ഇക്കോസിസ്റ്റത്തിൽ കാണുക. നമുക്ക് കടലിങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിലും കടലിന്റെ ചൂടിനും വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ഭൂമധ്യരേഖയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങൾക്ക് ഒരു തരം ചൂടും, സബ് ട്രോപ്പിക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് വേറൊരു തരത്തിലുള്ള ചൂടും, ടെമ്പറേറ്റ് എന്ന് പറയുന്ന പ്രദേശത്ത് വേറെ തരത്തിലുള്ള ചൂടും, മഞ്ഞുപാടികളൊക്കെ കാണുന്ന ആർട്ടിക് പ്രദേശങ്ങൾ, അല്ലെങ്കിൽ ഇടയിൽ കാണപ്പെടുന്ന ടെമ്പറേറ്റ് കൺട്രീസ്, യൂറോപ്യൻ, സ്കാൻഡിനേവിയൻ അവിടെയുള്ള രാജ്യങ്ങൾ, നമ്മുടെ ഈ ഭൂമധ്യരേഖയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങൾ. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ജീവികൾ എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധ്യ പ്രദേശത്തിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ട്രോപ്പിക്കൽ സമുദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ ജീവികളുള്ളത്. അത്തരം ജീവികളൊന്നും മറ്റു പ്രദേശങ്ങളിലില്ല. അപ്പം ഈ ഡിസ്ട്രിബ്യൂഷനെ കുറച്ചൊക്കെ താപനിലയുടെ വ്യത്യാസങ്ങൾ ബാധിക്കുന്നുണ്ട്. ഈ വ്യത്യാസങ്ങൾ എങ്ങനെ ബാധിക്കുന്നു? ഇപ്പം നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കാലാവസ്ഥ ഈ ട്രോപ്പിക്കൽ, അതായത് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വൈവിധ്യമുള്ളത്. പക്ഷെ നമുക്ക് ഒരു പരിധിയിൽ വിട്ട് ചൂട് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസഹനീയമാണ്. നമുക്കും അറിയാം, ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള രാഷ്ട്രങ്ങളാണ് ഈ ഭാഗത്ത്. എന്തുകൊണ്ട് ഈ ഭാഗത്ത് കൂടുതൽ വരുന്നു? ഫെർട്ടിലിറ്റി ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണ് ജനസംഖ്യയെ സംബന്ധിച്ച് ഈ പ്രദേശം. അതുപോലെ തന്നെ മത്സ്യങ്ങളുടെ കേസുകളിലും അത്തരം കാര്യങ്ങൾ സംഭവിക്കാം. ഇങ്ങനെ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഈ അനുയോജ്യമായ ഒരു കാലാവസ്ഥാ ഘടകം തൊട്ട് അടുത്ത പടിയിലാണ് അവർക്ക് ലഭ്യമാകുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു മൂവ്മെന്റ് സാധ്യമാണ്. അപ്പൊ നമ്മൾ തിരിച്ച് മത്തിയുടെ കേസുകളിൽ വരാണെങ്കിൽ, നമ്മൾ മത്തീനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വളരെ പണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ നമ്മുടെ ഡാറ്റകളെ ബേസ് ചെയ്തിട്ട് ഒരു കാര്യം പറയണ്ടേ. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: മത്തി ഇന്ന് നമുക്ക് കേരള, കർണാടക, ഗോവ, അതായത് കേരള കൊങ്കൺ ഇക്കോസിസ്റ്റത്തിൽ നമുക്ക് സാധാരണ മത്തി കൂടുതൽ കിട്ടാറ്. കാരണം ഈ അപ്വെല്ലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നടക്കുന്ന ഈ ഒരു പ്രദേശത്താണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഈ പ്രദേശങ്ങൾക്ക് പുറമെ, അപ്വെല്ലിംഗ് നടക്കുന്ന ഈ പ്രദേശങ്ങൾക്ക് പുറമെ മത്തി കാലാവസ്ഥാ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കാരണം ഒരു എക്സ്റ്റൻഷൻ ഓഫ് സ്പ്രെഡ് മത്തിക്ക് സംഭവിക്കുന്നു. ഇവിടെ നിന്ന് മാറി മഹാരാഷ്ട്ര, ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിലും മത്തിയുടെ ലഭ്യത വളരെയധികം കൂടി വരുന്നു എന്ന് അദ്ദേഹം പറയട്ടെ. അതിനനുസരിച്ച് ഇവിടെ കുറയുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല, കുറയുന്നില്ല, പക്ഷെ ഇവിടെയുണ്ട് അവിടെയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്.
അപ്പോൾ അതിന് ബദലായിട്ട് നമ്മുടെ തന്നെ നമ്മളിങ്ങനെ പീർ റിവ്യൂ പ്രോസസ് എന്ന് പറയാ, നമ്മുടെ സംസ്ഥാനങ്ങൾ, നമ്മുടെ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ആശയങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാനും വിമർശനങ്ങൾ പങ്കുവയ്ക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായാലും ശാസ്ത്രം പുരോഗമിക്കുകയുള്ളൂ. അപ്പൊ വേറൊരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, ഓക്കെ, സാറ് പറയുന്നത് ശരിയാണെന്ന് തന്നെ കരുതുക, പക്ഷെ എന്നാലും ഞങ്ങൾക്ക് തിരിച്ചൊരു വാദം പറയാനുണ്ട്. ആ വാദം എന്താണ്? മത്തി മുമ്പ് കേരളത്തിലുണ്ടായിരുന്നു, പക്ഷെ ഒരുപക്ഷെ അന്ന് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ മത്തിക്ക് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഒരു മാർക്കറ്റ് ഇല്ല, അത് വാങ്ങാനോ കഴിക്കാനോ ആളുകളില്ല. കേരള, കർണാടക, ഗോവ ഈ പ്രദേശങ്ങളിൽ ആളുകൾ മത്തി കഴിക്കാൻ ആഗ്രഹമുള്ള ആളുകളാണ്. അപ്പോ ഇനി ഈ മത്തി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വിൽപ്പനയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് മത്തിക്ക് വേണ്ടി, മത്തി പിടിക്കാൻ മാത്രം വെള്ളത്തിലേക്ക്, സമുദ്രത്തിലേക്ക് പോകുന്ന മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവാം. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും അത് പിടിച്ചു വന്നിട്ടുണ്ടെങ്കിൽ കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് അത് മത്തി പിടിക്കാനായിട്ട് മാത്രം പോകുന്ന മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവർ വളരെ ചുരുക്കമായിരിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഡാറ്റ സൂചിപ്പിക്കുന്നത് എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും, ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഇതിന്റെ ലഭ്യത കൂടിയിട്ടുണ്ട്, അല്ലാണ്ട് അതിനുവേണ്ടി ഒരു ടാർഗറ്റ് ഫിഷിംഗ് ഇപ്പം വന്നതുകൊണ്ടല്ല. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഇപ്പോ ഗുജറാത്തിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കേരളത്തിലേക്ക് വരാനും കേരളത്തിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ഗുജറാത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയൊക്കെ വളരെ കൂടിയിട്ടുണ്ട്. അപ്പം ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും മത്തിക്ക് മാർക്കറ്റ് ഇല്ലെങ്കിലും കേരളത്തിലും മാർക്കറ്റ് ഉള്ളതുകൊണ്ട് അവിടെ പിടിച്ച് ഇവിടേക്ക് കയറ്റി അയക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് അന്ന് മറ്റ് ശാസ്ത്രജ്ഞര് പറഞ്ഞത്. അപ്പൊ നമ്മളിത് പഠിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? മത്തി ഇന്ന് കേരളത്തിലും കർണാടകത്തിലും ഗോവയിലും കാണുന്ന ആ ഒരു ഇക്കോളജിക്കൽ നിഷെ, അതായത് എന്ത് തരം ഒരു അവസ്ഥയിലാണ് മത്തി ഈ ഒരു പ്രദേശത്ത് നിൽക്കുന്നത്, ഈ അവസ്ഥ, ഈ പരിസ്ഥിതിയുടെ അവസ്ഥ നമുക്ക് എങ്ങനെ അത് വർദ്ധിക്കുന്നുണ്ടോ അത് കുറയുന്നുണ്ടോ എന്ന് നോക്കാൻ സാധിക്കുമോ എന്ന് നമ്മൾ നോക്കി. അതിന് നമ്മൾ ഇക്കോളജിക്കൽ ഇൻഫർമാറ്റിക്സ് എന്ന ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ നമ്മുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഈ ഇക്കോളജിക്കൽ ഇൻഫർമാറ്റിക്സ് ആയിട്ട് ബന്ധപ്പെടുത്തി ഈ ഇക്കോളജിക്കൽ നിഷേനെ, ഇതിന്റെ എക്സ്പാൻഷൻ സംഭവിക്കുന്നുണ്ടോ എന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചു, ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇക്കോളജിക്കൽ നിഷയുടെ ഒരു എക്സ്പാൻഷൻ സാധിക്കുന്നുണ്ട്, നോർത്ത് വേർഡ് മൂവ്മെന്റ് അതിനും സാധിക്കുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് തിരിച്ചു ബദലായിട്ട് വെക്കാനുള്ള ഒരു കൊറാബറേറ്ററി സയന്റിഫിക് എവിഡൻസ്, ശാസ്ത്രീയമായിട്ട് നമുക്ക് അവരോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധിക്കുന്ന ഒരു എവിഡൻസ് ആയി മാറി. അങ്ങനെ ഈ സിസ്റ്റം അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു എങ്കിൽ മത്തിക്കും അങ്ങോട്ട് പോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. അപ്പം ഡയറക്റ്റ് ആയിട്ട് കാലാവസ്ഥ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മാറ്റങ്ങൾ ഈ എക്കോളജിക്കൽ നിഷയിൽ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ കാരണം കാര്യമായിട്ടുള്ള വ്യത്യാസം ഇന്ന് സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഘടനയിലും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതിഭാസങ്ങളിലും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ മാറ്റങ്ങൾ തന്നെയാണ് മത്തിയുടെ കേസിലും സംഭവിച്ചിട്ടുള്ളത്. ഇതിന്റെ ആവാസ വ്യവസ്ഥക്ക് ഇതൊരു ഫോർ ഫ്യൂച്ചർ എന്തായിരിക്കും ഇതിന്റെ ഒരു ഭാവി എന്നുള്ളത്? ഓക്കെ, അതാണ് അടുത്ത പഠനം. നമുക്ക് ഈ എക്കോളജിക്കൽ ഇൻഫർമാറ്റിക്സ് പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് എന്തുമാത്രം എക്സ്പാൻഷൻ സംഭവിക്കുന്നു, എവിടെയൊക്കെ ഇത് കൂടാം കുറയാം എന്നുള്ളതാണ്. പക്ഷെ അത് പഠിക്കുമ്പോൾ നമ്മൾ പലതരം എസ്റ്റിമേറ്റ്സിൽ പോകണം. നമുക്ക് ഫോർകാസ്റ്റ് പറയുന്നത് ഇപ്പൊ 2050 എന്ത് സംഭവിക്കും, 2080 എന്ത് സംഭവിക്കും, ഇനി ദീർഘദൂരം നമുക്ക് ഫോർകാസ്റ്റ് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു നമുക്ക് നോക്കാം. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇന്ന് നിലവിൽ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിൽ തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അതായത് ഈ ചൂട് കൂടാൻ അന്തരീക്ഷത്തിൽ സഹായിക്കുന്ന വാതകങ്ങളാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അത് ബിസിനസ് ആസ് യൂഷ്വൽ സിനാരിയോ, അത് നമ്മൾ ഇന്ന് ഇത്തരം വാതകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെയായിരിക്കുമോ ഭാവിയിലും ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് യാതൊരു തിട്ടമില്ല. മാറ്റങ്ങൾ വരുന്നുണ്ട്. പലരും ഇത്തരം കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടി മാറ്റങ്ങൾ വരുന്നു. ഗവൺമെന്റിന്റെ, സർക്കാരിന്റെ തലത്തിൽ തന്നെ പലതരം അവര് നിയമങ്ങൾ പാസ്സാക്കുന്നു. ഓട്ടോമൊബൈൽ സെക്ടറിലൊക്കെ ഈ നിയമങ്ങളുടെ പ്രതിഫലനം വളരെ വ്യക്തമായിട്ട് കാണാം. CNG ആയിട്ട് ബന്ധപ്പെടുത്തിയ വെഹിക്കിൾ വരുന്നു, ഹൈബ്രിഡ് മോഡൽ വെഹിക്കിൾസ് വരുന്നു, ഇലക്ട്രിക് കാറുകൾ വരുന്നു. അപ്പൊ നമുക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ ഒരു എമിഷൻ കുറയ്ക്കാൻ സാധിക്കുമെങ്കിൽ ഒരുപക്ഷെ ചൂടിന്റെ അല്ലെങ്കിൽ ഈ ഇക്കോളജിക്കൽ നിഷയുടെ എക്സ്പാൻഷൻ ഡിസ്ട്രിബ്യൂഷൻ വ്യത്യാസപ്പെട്ട് വരാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ സഹായിക്കുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയുണ്ട്, IPCC, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഈ IPCC മറ്റ് ശാസ്ത്രജ്ഞരുമായി ബന്ധപ്പെട്ട് ഈ തിയറിക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളതാണ് ഫിസിക്സിൽ. അപ്പം ഈ IPCC ആ നോബൽ പ്രൈസ് കിട്ടിയ വിഭാഗം ശാസ്ത്രജ്ഞന്മാർ ഒരു ഫിസിക്സ് ആയിട്ട് ബന്ധപ്പെട്ട് പഠിച്ച ശാസ്ത്രജ്ഞന്മാരാണ്. അവർ പഠിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം വ്യത്യാസങ്ങൾ വരുമ്പോൾ ബിസിനസ് ആസ് യൂഷ്വൽ സിനാരിയോ, ഇപ്പോഴത്തെ പോലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ എന്തായിരിക്കും ഈ വാതകങ്ങളുടെ എമിഷൻ, അതനുസരിച്ച് എന്ത് സിനാരിയോ ആയിരിക്കും കടലിലും മറ്റ് ഭൂപ്രദേശങ്ങളിലും സംഭവിക്കുക. ഇനി അതല്ല, നമ്മൾ നന്നായി ഈ വാതകങ്ങളുടെ എമിഷൻ കുറയ്ക്കുന്നു, നല്ലൊരു സിനാരിയോ വരികയാണെങ്കിൽ അപ്പോഴത്തെ റേഡിയേറ്റീവ് ട്രാൻസ്ഫർ ഓഫ് എനർജി വളരെ കുറവായിരിക്കും. അപ്പം അത്തരം റേഡിയേറ്റീവ് ട്രാൻസ്ഫർ ഓഫ് എനർജി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം സിനാരിയോയിൽ എന്തായിരിക്കും സമുദ്രത്തിനും മറ്റ് ഭൂപ്രദേശങ്ങൾക്കും സംഭവിക്കുക? ഇനി
ഒരു പക്ഷേ ഇതൊന്നും ഇതല്ല, ഇതിലും വ്യത്യസ്തമായുള്ള ഒരു കാര്യം സംഭവിച്ചെന്ന് വരാം. ചിലപ്പോൾ ലോക നേതാക്കന്മാരെടുക്കുന്ന പല തീരുമാനങ്ങളും ഇതിന് പിന്നിൽ വലിയൊരു പ്രതിഫലനം ഉണ്ടാക്കാറുണ്ട്. നമുക്ക് എക്സാമ്പിൾ പറയാം. ട്രംപ് ഭരണകൂടം വന്നു കഴിയുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് ബന്ധപ്പെട്ട റിസർച്ചുകൾക്ക് പലപ്പോഴും അത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കാരണം അദ്ദേഹം വിശ്വസിക്കുന്നു ക്ലൈമറ്റ് ചേഞ്ച് ഒരു ഭാവനാ സൃഷ്ടി മാത്രമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോ അതുകൊണ്ട് അത്തരം ഫണ്ടുകളോ അത്തരം പ്രവർത്തനങ്ങൾക്കോ ഉള്ള ഒരു സപ്പോർട്ട് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അത് അഡോപ്റ്റ് ചെയ്യും. കാരണം നേതാക്കന്മാർ ചിന്തിക്കുന്ന വഴിയിലാണ് ജനങ്ങൾക്കും പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പം അത്തരം മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എമിഷൻസ് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ബിസിനസ് ആസ് യൂഷ്വൽ സിനാരിയിൽ നിന്നും എമിഷൻസ് കൂടുന്ന ഒരു ട്രെൻഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ ഇതിലും അപകടകരമായിട്ട് മാറിയേക്കാം. അപ്പം ഈ 3 സിനാരിയോസിലും എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള പഠനങ്ങൾ നമ്മൾ നടത്തുകയുണ്ടായി. അതിൽ ഏറ്റവും മോശമായ സിനാരിയോ, കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സിനാരിയോ, കൂടുതൽ ഇത്തരം വാതകങ്ങൾ വരികയാണെങ്കിൽ കൂടുതൽ ടെമ്പറേച്ചർ കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ താപനില വരുന്ന കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ മത്തി കേരളം, കർണാടക, ഗോവയിലൊക്കെ ധാരാളമായിട്ട് കാണുന്നു എന്ന് പറയുന്നത് ഈ പ്രദേശങ്ങളിൽ ഒട്ടും തന്നെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. ഇനി ബിസിനസ് ആസ് യൂഷ്വൽ സിനാരിയോ, ഇപ്പോഴുള്ള സിനാരിയോയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അപ്പോൾ ഇവിടെ മത്തിയുടെയും അവൈലബിലിറ്റി, ചില മത്സ്യങ്ങളുടെയൊക്കെ അവൈലബിലിറ്റി നന്നായി കുറയാനുള്ള സാധ്യത അപ്പോഴും കാണുന്നുണ്ട്. തീരെ ഇല്ലാതാവുന്നില്ല, പക്ഷെ കുറയുന്നു. പക്ഷെ മറ്റു ചില പ്രദേശങ്ങളിലേക്ക് അതിന്റെ വ്യാപനം നടക്കുന്നു. ഇനി നല്ലൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇതിന്റെ സ്പ്രെഡ് അത്യാവശ്യം ഇൻഡോ പസഫിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി എല്ലാ സ്ഥലങ്ങളിലും, സോമാലി തീരങ്ങളിലും അറേബ്യൻ തീരങ്ങളിലും ഗുജറാത്ത്, മഹാരാഷ്ട്രയിലൊക്കെ ഇപ്പം എക്സ്പാൻഷൻ വന്നിട്ടുള്ള ആ ഇക്കോളജിക്കൽ നിഷ അതുമാതിരി നിന്നുകൊണ്ട് കൂടുതൽ ഉൽപാദനം നടക്കാനുള്ള സാധ്യത, നല്ല കണ്ടീഷൻസിൽ നടക്കാനുള്ള അവസ്ഥയുമുണ്ട്. ഇനി ഇതിനു പുറമെ നമ്മളിപ്പോൾ പറയുന്നത് പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. പരിസ്ഥിതി മാത്രം സഹായിച്ചത് കൊണ്ട് നമുക്ക് മത്തിയുടെ വളർച്ച സാധ്യമല്ല. മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരും വളരെ ജാഗരൂകരായിരിക്കണം. ഇപ്പൊ അടുത്ത് വന്ന റിപ്പോർട്ട് മത്സ്യത്തൊഴിലാളികളും ഫിഷറീസ് വകുപ്പുമായിട്ട് ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടായത് നിങ്ങൾ ഒരുപക്ഷെ പത്രത്തിൽ വാർത്ത വായിച്ചു കാണും. അപ്പം ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മിനിമം ലീഗൽ സൈസ് എന്ന് പറയുന്നുണ്ട്. ഒരു വലുപ്പം ഉള്ള മത്തികളെ മാത്രമേ നമ്മൾ പിടിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ വലുപ്പത്തിൽ കുറവാണെങ്കിൽ ദയവായി അത്തരം മത്തികളെ പിടിക്കരുത് എന്ന് പറയുന്നു. എന്താണ്, ഒരു മത്തിക്ക് അതിന്റെ ഒരു ജീവിത കാലഘട്ടത്തിൽ ഒരു വട്ടമെങ്കിലും പ്രത്യുൽപാദനം നടത്താനുള്ള ഒരു അവസ്ഥ കൊടുത്താൽ മാത്രമാണ് നമുക്ക് മത്തി എന്നുള്ള മത്സ്യം നിലനിന്ന് പോവുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിന്റെ സന്തുലിതാവസ്ഥ പൂർണ്ണമായിട്ട് നശിച്ചുകൊണ്ട് മത്തി എന്ന വിഭാഗം ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ജുവനൈൽ ഫിഷിംഗ്, കുഞ്ഞുങ്ങളെ പിടിക്കുന്ന ഒരവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയാണ് മിനിമം ലീഗൽ സൈസ് കേരള ഗവൺമെന്റ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം നിരോധിച്ചിട്ടുണ്ട് ഒരു വലുപ്പത്തിൽ താഴെയുള്ള മത്തികളെ പിടിക്കരുതെന്നും. ഇനി അതിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കൂടുതൽ ഉത്സാഹത്തോടെ പറയുന്നു, ഇത് പിടിക്കുക മാത്രമല്ല ഇതിന്റെ വിപണനവും മറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഇത് സംഭവിക്കാൻ പാടില്ല. വലുപ്പക്കുറവുള്ള അപ്പോ വലുപ്പക്കുറവുള്ള മത്തി നമുക്ക് പൊതുവെ താല്പര്യമില്ല. പക്ഷെ മാർക്കറ്റിൽ വില കുറഞ്ഞ് കിട്ടുമ്പോൾ ചിലപ്പോഴെങ്കിലും അതൊക്കെ വാങ്ങിക്കാനും കഴിക്കാനുമുള്ള താല്പര്യം ആളുകൾ പ്രകടിപ്പിച്ചു വരാം. അതിലും ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പല ഫിഷ് മീൽ കമ്പനികൾ, അതായത് നമ്മള് കോഴിക്കുള്ള ഫീഡായാലും മീനിനുള്ള ഫീഡായാലും ആ ഫീഡുകളിലൊക്കെ ചേർക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഫിഷ് മീല്. മീനിന്റെ ഈ പ്രോട്ടീൻ ഈ ഘടകങ്ങളോട് ചേർന്നിട്ട് ഉണ്ടാക്കുന്ന ഫീഡിൽ മാത്രമാണ് കോഴിയുടെയും മീനിന്റെയും ചെമ്മീന്റെയും ഒക്കെ വളർച്ച സാധ്യമാവുകയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി വലിയൊരു മാർക്കറ്റ് ഇന്ന് ലോകത്തിൽ നിലവിലുണ്ട്. അപ്പം അതിന് ഇന്ത്യയും കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യ കണ്ടമാനം ഫിഷ് മീല് മറ്റു രാജ്യങ്ങളിലെ പോലെ തന്നെ ക്വാളിറ്റിയുള്ള ഫിഷ് മീൽ കയറ്റി അയക്കുന്ന രാഷ്ട്രമാണ്, ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രമാണ്. അപ്പം ഈ ഫിഷ് മീലിന്റെ ഉൽപ്പാദനത്തിന് ഇത്തരം മീനുകൾ ആവശ്യമാണ്. അവർക്ക് പക്ഷെ മീനിന്റെ പ്രോട്ടീൻ മാത്രം മതി, വലുപ്പൊന്നും ഒരു പ്രശ്നമല്ല. അപ്പം അതിനെ പലപ്പോഴും ലാൻഡിങ് സെന്ററുകളിലൊക്കെ പറയുന്നു ഓമനപ്പേര് തന്നെ വളം എന്നാണ്. അപ്പം വളം വാരി വലിച്ചു കൊണ്ടുവരുന്ന ജുവനൈൽ ഫിഷിംഗ് ഒരുപക്ഷെ ഇത്തരം ഇത് ബിസിനസ് ചെയ്തോട്ടെ, പക്ഷെ ശരിയായ ബിസിനസ് ചെയ്യണം, തെറ്റായ ബിസിനസ് ഒരിക്കലും ചെയ്യരുത്. വലുപ്പം കുറഞ്ഞ മത്തി പിടിക്കുക ശിക്ഷാർഹമാണ്. അത്തരം മത്തികൾ കൂടുതൽ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ മത്തിയുടെ തന്നെ നിലനിൽപ്പിനെ ബാധിച്ചേക്കാം. പക്ഷെ ഇതേ കാലത്ത് തന്നെയല്ലേ ഇപ്പൊ തിരുവനന്തപുരം അതുപോലെ കോഴിക്കോട് തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ ഉള്ള കടൽ തീരത്ത് കൂട്ടത്തോടെ ഇത് കരക്കടിയുന്ന സാഹചര്യം കൂടെ ഉണ്ടായത്. ഇത് ഈ പ്രതിഭാസത്തെ എങ്ങനെയാണ് കണക്കൂട്ടേണ്ടത്? ഇത് കരക്കടിയുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് സെപ്പറേറ്റ്ലി നമ്മൾ വേറൊരു പഠനമായിട്ടാണ് ബന്ധിപ്പിക്കുക. സാർഡിൻ റൺസ് എന്ന് പറയും. മത്തികളെ കൂട്ടത്തോടെ കരയ്ക്ക് ചാടുന്ന ഒരു പ്രവണത. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇത് പല കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കാം. ഞാൻ കഴിഞ്ഞൊരു അഭിമുഖത്തിൽ ഇങ്ങനെ ജങ്കാർ വന്നപ്പം ആ ഒരു മൂവ്മെന്റ് കാരണം, അത്തരം ഒരു മൂവ്മെന്റ് കാരണം കരയിലേക്ക് ചാടുന്ന മത്സ്യങ്ങൾ, അതൊരു വളരെ ടെമ്പററി ഫിനോമിന.
ഇതുകൂടാതെ ശാസ്ത്രീയമായിട്ട് ഇത് വേറെ മൂവ്മെന്റ് ഒന്നുമില്ല. കടലിനകത്ത് സംഭവിക്കുന്ന ചില പ്രക്രിയകൾ മൂലം കരയ്ക്ക് ചാടാനുള്ള ഒരു പ്രതിഭാസമുണ്ട്. അതിൽ ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം ഓക്സിജൻ സോൺ എന്ന് പറഞ്ഞ ഓക്സിജന്റെ അളവ് തീരെ കുറഞ്ഞൊരു പ്രദേശം അറേബ്യൻ ഉൾക്കടലിൽ നിലനിൽക്കുന്നുണ്ട്. ഈ മിനിമം ഓക്സിജൻ സോണിന്റെ ഒരു എക്സ്പാൻഷൻ താപനില കൂടുമ്പോഴോ മറ്റ് ഓഷ്യാനോഗ്രാഫിക് പ്രോസസ്സ്, അതായത് കടലുമായി ബന്ധപ്പെട്ട പ്രോസസ്സുകൾ കാരണമോ ഇത് പലപ്പോഴും ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം അറേബ്യൻ സീ മിനിമം ഓക്സിജൻ സോൺ ഒരുപക്ഷെ കേരള തീരങ്ങളിലോട് അടുപ്പിച്ച് കയറി വരുന്ന സമയത്ത് ശ്വസിക്കാവുന്ന കടൽ വെള്ളത്തിലുള്ള ഓക്സിജനാണ് മത്തി ശ്വസിക്കുന്നത്. അപ്പം ഈ ഓക്സിജന്റെ ലഭ്യത കുറഞ്ഞു കഴിയുമ്പോൾ ഇത് തീരപ്രദേശത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു മത്സ്യമാണ്. അപ്പം തീരപ്രദേശത്തോട് ഈ മിനിമം ഓക്സിജൻ സോൺ അടുത്ത് വരുമ്പോൾ ഇത് തീരത്തോട് വരുന്നു. തീരത്തോട് വന്നു കഴിയുമ്പോൾ ഇതിന് മനസ്സിലാകുന്നു അവിടെ ഓക്സിജൻ കിട്ടാനില്ല. അപ്പൊ ഇത് ചാടി നോക്കുകയാണ്. അപ്പം ആ ഒരു പ്രവണത കാരണം കരയിലോട് ചാടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇനി വേറൊരു കാരണം സാർഡിൻ റൺസിന് കാരണമായിട്ട് പറയുന്നത്, നമ്മൾ നേരത്തെ മത്തിയുടെ ഫീഡ് അവൈലബിലിറ്റിയെ ബന്ധപ്പെട്ട് നമ്മൾ പറയുകയുണ്ടായി. ചില പ്രദേശങ്ങളിൽ വളരെ ലോക്കലായിട്ട് ഈ പ്ലവകങ്ങളുടെ കൂടിയ സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. ഈ കടലിലോട്ട് വരുന്ന പുഴവെള്ളം ഈ വളങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഞാൻ സൂചിപ്പിച്ചില്ലേ. അപ്പം ഈ സാധാരണ മണ്ണ് ചെളി എന്നൊക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിലും ഈ കൃഷി നടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് പലപ്പോഴും ശരിക്കും ഒറിജിനൽ വളം തന്നെ ഈ വെള്ളത്തിന് കൂടെ ഇറങ്ങി വരാം. നമ്മളിപ്പം പാക്കേജ് ഓഫ് പ്രാക്ടീസസിന്റെ ഭാഗമായിട്ട് യൂറിയ, ഫോസ്ഫേറ്റ് ഇതൊക്കെ ഇടുന്നുണ്ടല്ലോ. അപ്പം അത് മഴ പെയ്യുന്ന സമയത്ത് ഈ വളം കൃഷിഭൂമിയിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിലൂടെ ഇത് കടൽ പ്രദേശങ്ങളിലേക്ക് വരാം. അപ്പൊ പലപ്പോഴും ഈ വെള്ളത്തിനോടൊപ്പം അധികമായിട്ട് വരുന്ന ഫലഭൂയിഷ്ടമായ ഈ വെള്ളത്തിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് ധാതു ലവണങ്ങളും ഒരു റീജിയണൽ അല്ലെങ്കിൽ ഒരു ലോക്കൽ പ്ലവകങ്ങളുടെ ഒരു ബ്ലൂം ഉണ്ടാക്കും. ഈ ബ്ലൂം ഒരുപക്ഷെ മത്തിക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ പറഞ്ഞ വിഭാഗത്തിൽ ഡയാറ്റംസ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ വിടുന്ന ഒരു ബ്ലൂം ആണെങ്കിൽ മത്തി കൂട്ടമായിട്ട് ഇതിലോട്ട് ആകർഷകരായിട്ട് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ബ്ലൂംസ് ആയിട്ട് ചേർന്ന് വരുന്ന സമയത്തും ഇത് തീരപ്രദേശത്തിനോട് വളരെ ചേർന്ന് വരാനുള്ള ഒരു സാധ്യത, അത് തീരങ്ങളോട് ചേർന്ന് നിൽക്കുന്ന തിരമലകളുമായിട്ട് ബന്ധപ്പെട്ട് ഈ സാർഡിൻ റൺ അവിടെയും സംഭവിക്കാനുള്ള ഒരു പോസിബിലിറ്റി നിലനിൽക്കുന്നു. ഇങ്ങനെ 3 വിഭാഗങ്ങളിലും ഇത് കടലിൽ നിന്ന് കരയിലോട്ട് ചാടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ കുഞ്ഞൻ മത്തി എന്ന് പറയുന്ന വിഭാഗം നമ്മൾ കഴിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും നിലക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ സ്ഥിരമായി കഴിച്ചിരുന്നത് വലിയ മത്തി ആയിരുന്നല്ലോ, അത് മാറ്റം സംഭവിക്കുന്നു എന്നുള്ളത് ഇവിടെ മാർക്കറ്റിലാണെങ്കിലും അതല്ലെങ്കിൽ ആളുകൾ തീന്മേശയിലേക്ക് എത്തുന്ന ഈ പ്രോസസ്സിൽ ഉണ്ടാക്കിയ ഒരു മാറ്റങ്ങൾ അതൊക്കെ എങ്ങനെയാണ്? അല്ല, ഈ കുഞ്ഞൻ മത്തി എന്ന് പറഞ്ഞ വിഭാഗം നമുക്ക് അത് മാത്രമായിട്ട് കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായത് വലിയ മത്തികള് അവൈലബിലിറ്റി കുറഞ്ഞിട്ട് കുഞ്ഞൻ മത്തികൾക്ക് മാത്രം വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു പ്രത്യേക വർഷങ്ങളിൽ മാത്രമാണ് ഇതിന്റെ അവൈലബിലിറ്റി കൂടുതലായിട്ട് വരുന്നത്. പക്ഷെ ഈ മത്തികൾ തന്നെ ഒരു വർഷം കൂടി കടലിൽ നിൽക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഒരു പ്രസ് മീറ്റിൽ അവർ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ ഈ വർഷം നമുക്ക് നോർമലായിട്ട് കിട്ടാൻ സാധ്യതയുണ്ടെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. അത് കഴിഞ്ഞ് പതുക്കെ മാറ്റങ്ങൾ വന്നു. അപ്പം ആദ്യം ഞാൻ പറഞ്ഞ മത്തികൾ എന്ന് പറയുകയാണെങ്കിൽ എല്ലാം 0 ഇയർ ക്ലാസ് ആണ്. കുഞ്ഞൻ മത്തികൾ എന്ന് പറയുന്നത് എല്ലാം 0 ഇയർ ക്ലാസ് ആണ്. ജൂൺ മാസങ്ങളിൽ മുട്ടയിട്ട് സെപ്റ്റംബർ ആകുമ്പോഴേക്കും മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന മത്തികളാണ് 0 ഇയർ ക്ലാസ് എന്ന് പറയുന്നത്. അതിന് കുറച്ച് കാലം കൂടി വളരാൻ ചാൻസ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വലുപ്പം വെച്ച്, അതായത് 14 സെന്റിമീറ്ററിന് താഴെ അല്ലാതെ 14 സെന്റിമീറ്ററിന് മേലെ പോയി 20 സെന്റിമീറ്റർ വരെ വളർന്ന് നമ്മുടെ തീന്മേശയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ മത്തികൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല. വലുപ്പക്കുറവ് മാത്രമാണ് ഇതിന്റെ ഒരു അടിസ്ഥാന പ്രശ്നം. ഈ വലുപ്പക്കുറവ് ഉണ്ടാവാനുള്ള ഒരു റീസൺ ഞാൻ ഈ പറഞ്ഞ മാതിരി നല്ല റിക്രൂട്ട്മെന്റ് നടക്കുന്നു, എണ്ണം കൂടുന്നു, 0 ഇയർ ക്ലാസ് മാത്രമാകുന്നു. അതോടൊപ്പം തന്നെ 0 ഇയർ ക്ലാസ് ആകുന്നതിന് ഒപ്പം തന്നെ ആ സമയത്ത് ഇതിനൊരു കോമ്പറ്റീഷൻ ഫോർ സ്പേസ് ഫുഡ് എല്ലാം ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ കാരണവും ഇതിന്റെ വളർച്ച കുറച്ച് മാറി നിൽക്കാനുള്ള ഒരു പോസിബിലിറ്റി നിൽക്കുന്നു. ഈ ഏറ്റക്കുറച്ചിലുകളും മത്തിയുടെ വലുപ്പത്തിലുണ്ടാവുന്ന വ്യത്യാസങ്ങളെല്ലാം പണ്ട് മുതലേ നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഡാറ്റകളൊക്കെ സൂചിപ്പിക്കണമെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ മത്തി തീരെ കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തില് മത്തി കിട്ടാതെ വന്നിട്ടുള്ള സയന്റിഫിക് റിപ്പോർട്ട്സ് അന്നത്തെ കാലത്ത് പബ്ലിഷ് ചെയ്തതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ മത്തി കിട്ടാണ്ടായിട്ടുണ്ടെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തോടൊപ്പം തന്നെ മത്തി വളരെ സുലഭമായിട്ട് കിട്ടിയ കാലങ്ങളും ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. വളമായിട്ട് തെങ്ങിനൊക്കെ ഇടുന്ന ഒരവസ്ഥ പണ്ട് മത്തിക്കുണ്ടായിരുന്നു. കൊട്ടക്കണക്കിന് മത്തി വരുന്ന സമയത്ത് മത്തിക്ക് തീരെ വിലയില്ല. ഒരു പക്ഷെ നമ്മൾ മത്തി കുടുംബം പുലർത്തി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ മത്തി ലഭിച്ചു കഴിയുമ്പോൾ ആ മത്തി ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത പണ്ട് കാലത്ത് അതൊരു ചോദ്യചിഹ്നമായിരുന്നു. എന്ത് ചെയ്യുന്നു, അത്രയധികം മത്തി വരുന്നു. അപ്പം ആ മത്തി വരുമ്പോൾ അത് ഈവൻ ഒരു പക്ഷെ നമ്മുടെയൊക്കെ കാരണന്മാരുടെ ഒരു ജനറേഷൻ, ആ ജനറേഷന്റെ കാലഘട്ടത്തിൽ
തെങ്ങിനെ തൊട്ടടുത്തിട്ട് തെങ്ങിനെ മത്തിയിട്ട് മൂടുന്ന ഒരവസ്ഥ. അപ്പം അത് കൂടുതലായിട്ട് തെങ്ങ് കായ്ക്കാനായിട്ട് സഹായിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ പണ്ട് സംഭവിച്ചിട്ടുണ്ട്. ധാരാളമായിട്ട് അങ്ങനെ മത്തി ലഭിക്കുന്ന അവസ്ഥ, തീരെ മത്തി കുറഞ്ഞ അവസ്ഥ. അതുപോലെ ഇപ്പൊ നമുക്ക് സംഭവിക്കുന്ന വെച്ചെങ്കിൽ മത്തി കുറയുന്ന അവസ്ഥ നമ്മൾ വളരെ നന്നായി മനസ്സിലാക്കുന്നു. കാരണം മത്തി കിട്ടാനില്ല, മാർക്കറ്റിൽ മത്തി കിട്ടാനില്ല. പക്ഷെ ധാരാളമായിട്ട് കിട്ടുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ വാല്യൂ ചെയിൻ കുറച്ചുകൂടി സ്ട്രോങ് ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള 1 ഇയർ ക്ലാസ്, 2 ഇയർ ക്ലാസ് അതിൽ പെടുന്ന മത്തികൾ കുറവാണ്. പിന്നെ വരുന്ന മത്തികൾ കൺസ്യൂം ചെയ്യാനുള്ള ഒരു മാർക്കറ്റ് ഉണ്ട്. പണ്ടൊക്കെ മത്തിക്ക് എത്ര വില കൂടിയാലും ഒരു സ്റ്റാൻഡേർഡ് നിലവാരത്തിനപ്പുറം കയറി പോകാനുള്ള സാധ്യത മത്തിക്ക് ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്താണ് മീഡിയകളിൽ പോലും നമ്മൾ പറയുന്നു മത്തിക്ക് ഇത്രയും വിലയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള കാർട്ടൂണുകളും ഒക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിലായിട്ട് എത്ര വന്നാലും കൺസ്യൂം ചെയ്യാൻ പാകത്തിൽ ഒരു മാർക്കറ്റ് ഇന്ന് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഏത് ലെവലില് തീരെ ചെറുതായാലും വലുതായാലും ഫിഷ് മീലിന് ഉപയോഗിക്കാം. ഒന്നുമില്ലെങ്കിൽ ഒരു മാർക്കറ്റും അവൈലബിൾ അല്ലെങ്കിൽ ഫിഷ് മീലിന് ഉപയോഗിക്കാനുള്ള ഒരു പോസിബിലിറ്റി. ഈ മത്തി ചെറിയ മത്തിയാവുന്ന ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് മാർക്കറ്റിന്റെ വില ഇടിയുന്നുണ്ട്. ഇത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എങ്ങനെയായിരുന്നു? ഇത് വില ഇടിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ ഈ മത്സ്യബന്ധന തൊഴിലാളികളൊക്കെ ആയിട്ട് അവരുടെ നേതാക്കന്മാരുടെ ഒക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴും പറയാനുള്ള കാര്യമാണ്, നിങ്ങൾ ജുവനൈൽ ഫിഷിംഗ് നടത്തി ഒരിക്കലും വളം പോലെ വിൽക്കുന്ന ഒരു പ്രതിഭാസം ഉണ്ടാവരുതെന്ന്. പക്ഷേ മാർക്കറ്റിൽ വിലയില്ലെങ്കിൽ ഇന്ന് ഒരു ബോട്ട് ഇറക്കിയിട്ട് കടലിൽ പോയിട്ട് വരുമ്പോൾ ബോട്ട് ഇറക്കുന്ന കോസ്റ്റ് വളരെ കൂടുതലാണ്. ഞങ്ങളൊരു പഠനം കുറച്ച് നാളുകൾക്ക് മുമ്പ് സൂചിപ്പിക്കേണ്ടായി. ഇന്നിപ്പം നമ്മുടെ ലോക്കലായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളെക്കാൾ കൂടുതൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മത്സ്യത്തൊഴിലാളികളാണ് നമ്മുടെ തീരപ്രദേശങ്ങളിലും. പക്ഷെ കേരളം ഒരു നല്ല ലേബർ ഫ്രണ്ട്ലി സംസ്ഥാനമായതുകൊണ്ട്, നല്ല ജീവനക്കാർക്ക് നല്ല കൂലി കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ പണിയെടുക്കാനായിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ വരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ അവർക്ക് ആദർശം പറഞ്ഞ് നിലനിൽക്കാൻ സാധിക്കില്ല. അപ്പോ പിടിക്കുന്ന ഉൽപ്പന്നത്തിന് എങ്ങനെ വില കിട്ടുന്നു മാത്രമാണ് പിടിക്കുന്ന മത്സ്യബന്ധന തൊഴിലാളികൾ അപ്പം അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരൊക്കെ പറഞ്ഞാലും ചിലപ്പോഴൊക്കെ ഇത് ഫിഷ് മീറ്റ് പ്ലാനിലേക്ക് കയറ്റി പോകുന്ന ഒരു പ്രതിഭാസം നിലനിൽക്കുന്നുണ്ട്. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയില്ല. ഫിഷ് മീൽ പ്ലാന്റും ആവശ്യമാണ്, കഴിക്കാനുള്ള ഭക്ഷണം ആവശ്യമാണ്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് മനുഷ്യന് കഴിക്കാൻ സാധിക്കാവുന്ന ഒരു സാധ്യത്തിനെ ഒരു വളംമാരി ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതിനെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് റിസോഴ്സ്ഫുൾ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും നല്ല പ്രോട്ടീനുകളിൽ ഒന്നാണ് മത്സ്യ പ്രോട്ടീൻ. omega-3, omega-6, അതായത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. മറ്റ് മീറ്റ് പ്രോട്ടീനുകൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് ഈ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന്റെ അവൈലബിലിറ്റി കുറവാണ്. പകരം നമ്മൾക്ക് ബാഡ് കൊളസ്ട്രോൾസ് കൂട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെ ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അപ്പം ക്വാളിറ്റി പ്രോട്ടീനിൽ നല്ലൊരു ക്വാളിറ്റി പ്രോട്ടീനാണ് മത്സ്യത്തിന്റെ പ്രോട്ടീൻ. അപ്പോൾ ഈ പ്രോട്ടീൻ കഴിക്കുന്നത് എപ്പോഴും മനുഷ്യനും നല്ലതാണ്, സമൂഹത്തിനും നല്ലതാണ്. നമുക്ക് നമ്മുടെ ജീവിത ശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻസ് തന്നെയാണ്. അതുകൊണ്ടാണ് കടലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പല ന്യൂട്രിയാസ്യൂട്ടിക്കൽസിനും ഇന്ന് ഭയങ്കര മാർക്കറ്റാണ്. നമ്മള് ബാഡ് കൊളസ്ട്രോൾ ഉണ്ടാകുമ്പോഴും ഡോക്ടർമാർ എപ്പോഴും പറയാറുണ്ട് മീൻ ഗുളിക കഴിക്കാനായിട്ട്. അപ്പോ അത് നല്ല കൊളസ്ട്രോള് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു ശരീരത്തിൽ. അപ്പം അതുപോലെ തന്നെ മത്സ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രോട്ടീൻ മനുഷ്യന്റെ ശരീരത്തിന് വളരെ ഗുണങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. പിന്നെ മലയാളിനെ ഇതിന്റെ സ്വാദിനെ പറ്റി പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ചോറും മീൻകറിയാണ് മലയാളി പ്രധാനമായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഭക്ഷണം. അത് മീൻകറി പല രൂപത്തിൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മുടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് പോലും ആൾക്കാർ കേരളത്തിൽ പലപ്പോഴും വരാനുള്ള ഒരു സാധ്യത ഇത്തരത്തില് വൈവിധ്യമുള്ള ഒരു ടേസ്റ്റ് മത്സ്യങ്ങളിൽ നിന്ന് ലഭിക്കാനും അത് കഴിക്കാനുള്ള താല്പര്യം കൂടി പരിഗണിച്ചാണ്. വിദേശ രാജ്യങ്ങളിൽ, നമ്മുടെ ട്രോപ്പിക്കൽ രാജ്യങ്ങളിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പിടിക്കുന്ന മീനുകളിലൊക്കെ ഇനങ്ങളുടെ എണ്ണം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു 15-20 ഇനങ്ങളാണ്. നമ്മളിവിടെ പിടിക്കുന്നത് 1000 മുതൽ 1200 ഇനങ്ങളാണ്. അപ്പം ഈ ഒരു വൈവിധ്യം പ്ലേറ്റുകളിലേക്ക് എത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ടൂറിസത്തിനും വളരെ അത്യന്താപേക്ഷിതമാണ്. ഇതിൽ തന്നെ ഈ മത്തിക്ക് സമാനമായ ഒരു ഇമ്പാക്ട് വേറെ ഏതെങ്കിലും മത്സ്യങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത്? നമ്മൾ മത്തി നമ്മൾ ലോകത്തിന്റെ മുഴുവൻ ശാസ്ത്ര സംഭാവനകൾ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും 3 മീനുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചേഞ്ച് എപ്പോഴും പറയാറുണ്ട്. അതൊന്ന് ചാള അല്ലെങ്കിൽ മത്തി, പിന്നെ അയല, മാക്രൽ. മത്തി നമ്മൾ സാഡിൻ എന്ന് പറയും, അയലയുടെ നമ്മൾ മാക്രൽ എന്ന് പറയും. ഇനി നമ്മള് വേളൂരി അല്ലെങ്കിൽ ആങ്കോവീസ്, നത്തോലി ഒരു ചെറിയ മീനല്ല. അപ്പോ ഈ 3 കാറ്റഗറിയിൽ പെടുന്ന മീനുകളുടെ ഏറ്റക്കുറച്ചിലുകൾ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും ചാളയും അയലയുമായി ബന്ധപ്പെട്ട ഒരു ഓൾട്ടർനേറ്റിംഗ് പാറ്റേൺ ഓഫ് അബൻഡൻസ് എന്നൊക്കെ പണ്ട് ചില ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്.
അപ്പം ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നു, അത് കോമ്പറ്റീഷൻ നിൽക്കുന്നു. പക്ഷെ ഇതിന്റെ ജീവിതചര്യയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ അത്രയും വളരെയധികം കോമ്പറ്റീഷൻ ഇതിന്റെ ജീവിതചര്യകളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാനുള്ള ഒരു സാധ്യത ഇല്ല. പക്ഷെ മത്തി കുറയുന്ന സമയത്ത് ഈ പ്ലവകങ്ങള് മത്തി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന പ്ലവകങ്ങള് ഒരുപക്ഷെ മത്തി ഉപയോഗിക്കാതിരിക്കുന്നു, മത്തിയുടെ അവൈലബിലിറ്റി ഇല്ല എന്ന് ചിന്തിക്കുക. അപ്പം ഈ പ്ലവകങ്ങൾ ഉപയോഗിക്കാനായിട്ട് സ്വാഭാവികമായിട്ടും, ഇതിപ്പം സസ്യപ്ലവകങ്ങളാണ് ഞാൻ പറഞ്ഞത്, ഈ സസ്യപ്ലവകങ്ങളെ കഴിക്കാനായിട്ട് മത്തി ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ജന്തുപ്ലവകങ്ങൾ, അതായത് സൂപ്ലാങ്ക്ടൻ, ഈ ജന്തുപ്ലവകങ്ങൾ സസ്യപ്ലവകങ്ങളെ കഴിക്കാം. അപ്പം ജന്തുപ്ലവകങ്ങളെ കഴിച്ച് ജീവിക്കുന്ന മത്സ്യങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഉണർവ് ആ ഒരു കാലഘട്ടത്തിൽ ലഭിച്ചേക്കാം. അതൊക്കെയാണ് ഒരു പക്ഷേ അയല കൂടുതൽ വരാനുള്ള ഒരു സാധ്യതയായിട്ട് പല ശാസ്ത്രജ്ഞന്മാരും പറയുന്നത്. ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റിംഗ് പാറ്റേൺ ഓഫ് അബണ്ടൻസ് പലരും സൂചിപ്പിക്കുകയുണ്ടായി. അതുമാതിരി ഈ ഞാൻ പറഞ്ഞ ആങ്കോവീസ് ആയിട്ട് ബന്ധപ്പെടുത്തിയും ഇങ്ങനെ പറയാറുണ്ട്. അപ്പം ഈ 3 പാറ്റേൺ ആയിട്ട് ഇനി നമ്മൾ കടലിൽ ഈ മത്സ്യവുമായി ബന്ധപ്പെട്ട ഭക്ഷ്യ ശൃംഖല നോക്കണമെങ്കിൽ കുഞ്ഞു മത്സ്യങ്ങളെ കഴിക്കുന്ന മറ്റു ചെറു മത്സ്യങ്ങൾ, ആ ചെറു മത്സ്യങ്ങൾ കഴിക്കുന്ന ഒരു മീഡിയം വലുപ്പമുള്ള മത്സ്യങ്ങൾ, ഈ മീഡിയം വലുപ്പമുള്ള മത്സ്യങ്ങൾ കഴിക്കുന്ന വലിയ മത്സ്യങ്ങൾ, ഹൈ എൻഡ് പ്രെഡേറ്റേഴ്സ്. ഇതിന്റെ ഒരു ട്രോഫിക് ലെവല് വളരെ കറക്റ്റായിട്ട് സന്തുലിതമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് കടലിൽ ഇത് സുസ്ഥിരമായിട്ട് നിലനിൽക്കുകയുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങളുടെ തന്നെ പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊരു റിബൺ ഫിഷ്, ഒരു പ്രത്യേക രീതിയിൽപ്പെട്ട റിബൺ ഫിഷിനെ നമ്മൾ കണ്ടെത്തുകയുണ്ടായി. അപ്പം ഈ റിസോഴ്സ് കടലിൽ കാര്യമായിട്ട് മത്സ്യബന്ധനത്തിൽ വരുന്നൊരു റിസോഴ്സ് അല്ല. അപ്പൊ നമ്മളിങ്ങനെ സൂചിപ്പിക്കേണ്ട ഇങ്ങനെ ഒരു റിസോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പം ആ റിസോഴ്സിലേക്ക് ഒരു അറ്റൻഷൻ കിട്ടിയിട്ട് ആളുകൾ കൂടുതൽ അത് പിടിക്കാൻ തുടങ്ങി, ആ ഒരു റിസോഴ്സ് ഉണ്ടെന്ന് കണ്ടപ്പം. പക്ഷെ ഈ മത്സ്യം പിടിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇതിനത്രയും വില മാർക്കറ്റിലില്ല, ഈ പാമ്പാട എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽ പെടുന്ന റിബൺ ഫിഷ്. പക്ഷെ ഇതിനത്ര മാർക്കറ്റിലെങ്കിലും ആൾക്കാർ അതൊരു റിസോഴ്സും കണ്ട് പിടിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം വളരെ വിലയുള്ള കിങ് ഫിഷ് അല്ലെങ്കിൽ സീർ ഫിഷ് എന്ന് പറയുന്ന നെയ്മീൻ, ആ മീനിന്റെ അവൈലബിലിറ്റി പെട്ടെന്ന് കുറയുന്ന ഒരു ഒരു കണക്കൂട്ടലുകൾ നമ്മുടെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഒരു ശാസ്ത്രജ്ഞന്മാരെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായി. അപ്പോ കടലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭക്ഷ്യശൃംഖലകളിൽ എല്ലാ മീനിനും അതിൻ്റെതായിട്ടുള്ള പങ്കുണ്ടാവായിരിക്കും. അപ്പം ഒരു ഇനം പെട്ടെന്ന് കടലിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇനം കുറയുന്നതനുസരിച്ച് അതിന്റെ അടുത്ത കൊല്ലമോ അതിന്റെ മുന്നത്തെ കൊല്ലമോ വേറൊരു ഇനത്തിന് ഇത് ബാധിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അങ്ങനെ ഒരു മാറ്റം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ചില റിസോഴ്സുകൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും മറ്റ് റിസോഴ്സുകൾ അതിന് ഉപയോഗിക്കുന്നുണ്ട്. ആ റിസോഴ്സുകൾ പിടിക്കാനുള്ള ഒരു സാധ്യത, ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച മാതിരി സീർ ഫിഷ് നല്ല വിലയുള്ള മീനാണ്. അപ്പോൾ ആ നല്ല വിലയുള്ള മീനിന് വേണ്ടി ഈ മീൻ പിടിക്കുമ്പോൾ ഈ മീൻ കാരണം അങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മൾ ഈ പരിശോധന നടത്തിയത് കേരള തീരത്താണല്ലോ. സമാനമായി നേരത്തെ പറഞ്ഞ കർണാടക, ഗോവ തീരം വരെയാണ് മത്തി ലഭിക്കുന്നത്. ഇതേ മാറ്റം അവിടെയും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളിപ്പോ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് അഡ്രസ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആയിരുന്നു. ഈ ഒരു വെല്ലുവിളി കൂടുതലും നേരിട്ടത് ഈ ഒരു പ്രദേശത്താണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പഠനം ഈ ഒരു ലാൻഡ്സ്കേപ്പിലേക്ക് ഒതുക്കി നിർത്തി. അതിനെ 3 വിഭാഗങ്ങളായിട്ട് തിരിച്ചുകൊണ്ടാണ് ഈ പഠനം നടത്തിയത്. അന്ന് അതായിരുന്നു ആവശ്യം. പക്ഷെ ഈ പഠനം കുറച്ചുകൂടി നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. നമ്മള് ഒരു ഡൊമൈൻ ലെവലില് ഈ മത്തിയുടെ അവൈലബിലിറ്റി ഉള്ള ഏരിയകളിൽ ഇങ്ങനെ പല ഘട്ടങ്ങളായിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ബയോ എനർജറ്റിക് മോഡലുമായിട്ട് ബന്ധപ്പെടുത്തി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി എന്ന് പറഞ്ഞ മെറ്റീരിയോളജിയിൽ നമ്മളായിട്ട് ബന്ധപ്പെടുത്തി ഒരു പഠനം നടത്താനുള്ള ഒരു ആശയം മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ പഠനത്തിന്റെ തുടർച്ചയെന്നോണം അത് നമ്മൾ നടത്തുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ഉൾക്കാഴ്ചകളുമായിട്ട് ജനങ്ങളിലേക്ക് വരാനായിട്ട് സാധിക്കുന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. മത്തിയുടെ വലുപ്പം കുറയുന്നതിന് വില കുറയുന്നത് പറയല്ലോ, ഇതിന്റെ ഈ വില നിശ്ചയിക്കുന്നതിന്റെ ഒരു മാനദണ്ഡം എങ്ങനെയാണ്? അതൊരു നമ്മൾ സാധാരണ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഗ്യാപ്പ് തന്നെയാണ് എപ്പോഴും. അതായത് നമ്മളെപ്പോഴും ഈ ലാൻഡിങ് സെന്ററുകളിൽ പോകുമ്പോൾ, അതായത് മീൻ പിടിക്കുന്ന ബോട്ടുകളും വഞ്ചികളൊക്കെ തീരത്തിനോട് വരുമ്പോൾ ലാൻഡ് ചെയ്യുന്ന സ്ഥലം. അപ്പൊ നമുക്ക് കൊച്ചിൻ ഫിഷറീസ് ഹാർബർ ഉണ്ട്, കാളമുക്കൂർ ഹാർബർ ഉണ്ട്, മുനമ്പത്ത് ഹാർബർ ഉണ്ട്. അപ്പം ഈ ആദ്യത്തെ ബോട്ടില് നല്ല ചാകര എന്ന് പറയുന്ന നമ്മൾ ചാകര എന്ന് പറയുന്നത് മീനിന്റെ അളവിനെ കൂട്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ എന്റെ നേരത്തെ അഭിമുഖത്തിൽ സൂചിപ്പിക്കേണ്ട ചാകര എന്ന് പറഞ്ഞാൽ മഡ് ബാങ്ക് ആണെന്ന് സൂചിപ്പിക്കേണ്ടത്. ഈ കൂടിയ അളവില് ഈ മത്സ്യം ലഭിക്കുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥയിൽ കൂടുതൽ മത്സ്യങ്ങളായിട്ട് ഒരു ബോട്ട് ലാൻഡിങ് സെന്ററിന്റെ അടുത്തേക്ക് വരുമ്പോൾ ആ ബോട്ടിലുള്ള മത്സ്യത്തിനൊക്കെ നല്ല വില കിട്ടി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ബോട്ട് വരുമ്പോഴും ചിലപ്പോൾ നല്ല വില കിട്ടിയെന്ന് വരാം. മൂന്നാമത്തെ ബോട്ടും ഈ സെയിം ഇനമായിട്ട് അതേ മത്സ്യമായിട്ട് വരുമ്പോൾ ചിലപ്പോൾ മൂന്നാമത്തെ ബോട്ടുകാരന് മുമ്പത്തെ 2 ബോട്ടുകാരന് കിട്ടിയ അത്രയും വില കിട്ടിയെന്ന് വരില്ല. കാരണം ഓൾറെഡി മാർക്കറ്റിൽ ഇതിന്റെ സപ്ലൈ നന്നായിട്ടുണ്ട്. ഇനി ഇത് അബ്സോർവ് ചെയ്ത് പോകുന്ന മാർക്കറ്റിൽ അറിയില്ല. അപ്പോ ലാൻഡിങ് സെന്ററിൽ ഓൾറെഡി ഇൻഫർമേഷൻ ഉണ്ട്, ഈ ഒരു മത്സ്യം കൂടുതലായിട്ട് ലാൻഡിങ് സെന്ററിലേക്ക് വരുന്നുണ്ട്.
അപ്പം ഇതിന് നമുക്ക് എത്തിപ്പെടാവുന്ന ഡൊമസ്റ്റിക് മാർക്കറ്റുകൾ വളരെ പരിമിതമാണ്. ഇനി ഇതിനൊരു എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ ഇല്ല. ഡൊമസ്റ്റിക് മാർക്കറ്റിലാണ് ഇതിന്റെ കൺസംഷൻ. കൂടുതൽ ഉപഭോക്താക്കളുള്ളത് നമ്മുടെ ലോക്കൽ മാർക്കറ്റിലാണെങ്കിലും ആ ലോക്കൽ മാർക്കറ്റിലെ ആൾക്കാർക്ക് കൺസ്യൂം ചെയ്യുന്നത് കഴിഞ്ഞിട്ടുള്ള മത്സ്യത്തിന് വിലയില്ല. പിന്നെ മത്സ്യം വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു കമ്മോഡിറ്റിയാണ്. അധിക സമയം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാലാവസ്ഥ വ്യതിയാനം സൂചിപ്പിച്ച മാതിരി മാർക്കറ്റിലും ഒരു കോൾഡ് ചെയിൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അധികകാലം ഇത് നിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കില്ല. ഈ ചന്തകളിലൊക്കെ പോയി കഴിയുമ്പോൾ മീൻ ചന്തകളിലൊക്കെ ഇപ്പോൾ ആൾക്കാർ ഇപ്പം അത്യാവശ്യം കുറേ ചന്തകളിലൊക്കെ അവർ ഐസും അല്ലെങ്കിൽ അങ്ങനത്തെ ഫെസിലിറ്റീസും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നും നമ്മുടെ മാർക്കറ്റുകളിൽ ഈ ചന്തകളിലൊക്കെ നിലവാരം അത്ര അങ്ങോട്ട് പോരാ. അപ്പോൾ നമുക്ക് ആ നിലവാരം പോരാണ്ട് വരുമ്പോൾ ചൂട് കൂടുന്ന ഒരു അവസ്ഥയിൽ ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോഴേക്കും മത്സ്യത്തിന്റെ ഗുണമേന്മയിൽ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം വരും. ആ ഒരു വ്യത്യാസം ഉപഭോക്താക്കൾക്ക് ഈ മത്സ്യത്തിൽ നിന്നും മാറാനുള്ള ഒരു പ്രേരണ കൊടുക്കുക. പിന്നെ സ്വാഭാവികമായിട്ടും ഗുണമേന്മയുള്ള സാധനങ്ങൾ കഴിക്കാനുള്ള മനുഷ്യൻ താല്പര്യപ്പെടുള്ളൂ. അപ്പോൾ ഒരു സമയപരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകത കാരണം പെട്ടെന്ന് ഈ മത്സ്യങ്ങള് ചീത്തയായി പോകുന്നതുകൊണ്ട് കൂടുതൽ സമയം ഇതിനെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല. അപ്പൊ കൂടുതൽ മത്സ്യത്തിന്റെ ലഭ്യത വരുമ്പോൾ വില കൂടാൻ സാധ്യതയില്ല, വില കുറയാൻ തന്നെ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോൾഡ് ചെയിൻ സിസ്റ്റംസ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യണം. കൂടുതലായിട്ട് വരുന്ന മത്സ്യങ്ങളെ വളരെ ഭംഗിയായിട്ട് തണുത്ത കണ്ടീഷൻസിൽ കടലിൽ വെച്ച് തന്നെ അങ്ങനെ സംരക്ഷിക്കാനും തുടർന്ന് കരയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതുപോലെ സൂക്ഷിക്കാനും സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ദിവസങ്ങളിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷെ അതിനും ഒരു പരിധിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു കോമോഡിറ്റി പ്രൈസ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഉപയോഗിക്കപ്പെടുന്നതിന്റെ ആവശ്യവും ഇത് തീരുമാനിക്കുന്നത് ഒരു ഡിമാൻഡ് സപ്ലൈ ഗ്യാപ്പ് ആയതുകൊണ്ടും അതിനനുസരിച്ചായിരിക്കും മാർക്കറ്റിൽ മാറ്റങ്ങൾ ഉണ്ടാവുക.